UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് UDFൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് നല്ലവണ്ണം അറിയാവുന്ന സാമുദായിക നേതാക്കളായ ശ്രീ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും UDF അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ചവരാണ്. ഇവർ ഇരുവരും പരസ്യമായി VD സതീശനെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവന ഒരു മതധ്രുവീകരണത്തിലൂടെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ LDFും ശ്രമിക്കുന്നത് നാം കണ്ടു. വെള്ളാപ്പള്ളിയെ വെള്ളപൂശിയ സഖാവ് പിണറായി വിജയനെയും നാം കണ്ടു. ഹിന്ദു ഐക്യവേദി പോലുള്ള RSS പോഷക സംഘടനകളും ചില BJP നേതാക്കളും ആദ്യഘട്ടങ്ങളിൽ VD സതീശൻ മുൻപ് വിജയിക്കാൻ RSS BJP സഹായം തേടിയിരുന്നു എന്നും സതീശന് RSS ബന്ധം ഉണ്ടായിരുന്നു എന്നും ഒക്കെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന VD സതീശന് എതിരായുള്ള ഇത്തരം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നും അതുവഴി UDF തോൽക്കുമെന്നും ഇവരൊക്കെ തന്നെ കണക്കുകൂട്ടിയിരുന്നു. എന്താണ് BJPയെയും മറ്റു സാമുദായിക സംഘടനകളെയും RSS പോഷക സംഘടനകളെയും അസ്വസ്ഥരാക്കുന്നത്? മുസ്ലിം ലീഗ് എന്ന UDF ഘടകകക്ഷി തന്നെ, ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും. മുസ്ലിം ലീഗിന് UDFലുള്ള സ്വാധീനവും ലഭിക്കാൻ പോകുന്ന മന്ത്രിസ്ഥാനങ്ങളും പേരിൽ മുസ്ലിം എന്നുള്ള ഒരു മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗും ഒപ്പം UDFും ഭരിക്കുമ്പോൾ ആ ഭരണകൂടത്തിൻ്റെ പ്രജകളായിരിക്കുക എന്നത് മതവർഗീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മതവാദികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല.